ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ 23-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഈ എപ്പിസോഡിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ഫോം ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ബി, ഡു, ഹാവ് അല്ലെങ്കിൽ ഡു, ബി, ഹാവ് എന്നീ ഫോമുകളാണ് വെർബുകൾ എന്ന് പറയുന്നത്. അതിൽ ബിയുടെ ഫോമുകൾ മാത്രമായിട്ട് വെർബ് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബിയുടെ പ്രസന്റ് ടെൻസുകൾ, പ്രസന്റ് ഫോമുകൾ, അതായത് ഈസ്, ആം, ആർ. ഹാവിന്റെ പ്രസന്റ് ഫോമുകൾ ഹാസ്, ഹാവ്. ഡൂവിന്റെ പ്രസന്റ് ഫോമുകൾ എന്ന് പറഞ്ഞാൽ ഡു, ഡസ്. ഡു, ഡസ് എന്നുള്ളത് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, സൂചിപ്പിച്ചതാണ്. എല്ലാ ആക്ഷൻ വെർബുകളും ഡൂവിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഡു, ഡസ് ഫോമുകൾ എന്ന് പറയുമ്പോൾ ലുക്ക്, ലുക്സ്, റൈറ്റ്, റൈറ്റ്സ് അല്ലേ. ഡു ഫോം എപ്പോഴും പ്ലൂറൽ ആയിരിക്കും, ഡസ് ഫോം എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതായത് ലുക്ക് എന്ന് പറയുന്നത് പ്ലൂറലാണ്, ലുക്സ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. മാറിപ്പോകേണ്ട. കാരണം നൗൺ ഫോമിനോടൊപ്പം, സാധാരണ എല്ലാ നാമപദങ്ങളോടൊപ്പം, നൗൺ ഫോംസിനോടൊപ്പം എസ് ചേർത്ത് കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആവും. അത് ഓർമ്മ വേണം. നാമപദങ്ങളോടൊപ്പം വേണം. നൗൺസിന്റെ കൂടെയാണ്. ബോയ്, ബോയ്സ് പ്ലൂറൽ. ഡോഗ്, ഡോഗ്സ്. ഗേൾ, ഗേൾസ്. കണ്ടോ, സിംഗുലർ പ്ലൂറൽ. അതേ സമയത്ത് വെർബിന് ഇത് നേരെ തിരിച്ചാണ്. വെർബ് സിംഗുലർ ആണെങ്കിൽ ആണ് നമ്മൾ ഡസ് ഫോം ഉപയോഗിക്കുക. ഹി ലുക്സ് വെരി ടയേർഡ്. കണ്ടോ, ഹി ലുക്സ്. Sun rises, the sun rises in the east. The sun സിംഗുലർ ആണ്. The sun rises in the east. The stars, ഒരുപാട് എണ്ണമുണ്ട് നക്ഷത്രങ്ങൾ. The stars rise in the east. The stars rise. കാരണം ഡു ഫോം ഉപയോഗിക്കാവൂ. പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം, സിംഗുലർ ഡസ് ഫോം. ഇപ്പൊ സിംഗുലർ ഏതൊക്കെ വരും? ഈസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്, ലുക്സ്, ഡസ്, ഇങ്ങനെ വരുന്ന എസ് ചേർത്തിട്ടുള്ള എല്ലാ വെർബ് ഫോമുകളും സിംഗുലർ ആണ്. ഏതിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് വെർബ് ഫോം. പ്ലൂറൽ ഏതൊക്കെയാണ്? ആർ പ്ലൂറൽ ആണ് അല്ലേ, ഹാവ് പ്ലൂറൽ ആണ്, ഡു ഫോമുകളെല്ലാം പ്ലൂറൽ ആണ്. ഡു ഫോം എന്ന് പറഞ്ഞാൽ എസ് ഇല്ലാത്ത ഫോമുകളെല്ലാം പ്ലൂറൽ ആണ്. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ വെർബ് ഫോമുകൾ, അതിൽ യൂസ് ചെയ്യേണ്ട വെർബ് ഫോമുകൾ. ഇനി എപ്പോഴാണ് ഈ സിമ്പിൾ പ്രസന്റ് ഫോമുകൾ ഉപയോഗിക്കേണ്ടത്? വളരെ സിമ്പിൾ ആണ്. നിത്യേനയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ റുട്ടീൻ, നമ്മുടെ ജീവിതചര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒരു സയന്റിഫിക് ട്രൂത്ത്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണ് എന്ന് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നുവെങ്കിൽ അതായത് കൃത്യമായി ഒരു അതങ്ങനെയാണ്, അല്ലെങ്കിൽ അതങ്ങനെയുണ്ട്. ഈ രണ്ട് ഫോമുകൾ, അങ്ങനെയാണ്, അങ്ങനെയാകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുണ്ട് എന്ന് രണ്ട് ഫോമുകൾ, അതാണ് ബിയും ഹാവിന്റെയും ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിയുടെയും ഹാവിന്റെയും. ഹി ഈസ് എ ടീച്ചർ. അദ്ദേഹം ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ ആകുന്നു. ഐ ഹാവ് എ പെൻ. എൻ്റെ കയ്യിൽ പേനയുണ്ട്. ഇപ്പോഴത്തെ കാര്യമാണ് അല്ലേ. ഇങ്ങനെ വരുന്ന ടെൻസുകളാണ് നമ്മൾ പൊതുവെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഉണ്ട് അല്ലെങ്കിൽ ആണ്. പിന്നെ വെർബിന്റെ ആണെങ്കിലോ, അത് റുട്ടീൻ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യപ്പെടാത്തതോ, വല്ലപ്പോഴും ചെയ്യുന്നതോ, അങ്ങനെയുള്ളൊരു ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു പ്രത്യേക രീതിയിൽ കൃത്യമായി ചെയ്യപ്പെടുന്നതോ ചെയ്യപ്പെടാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതിന്റെ ഓരോന്നിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ തരിക. സിമ്പിൾ പ്രസന്റ് ടെൻസ് വളരെ എളുപ്പമാണ്, സിമ്പിൾ തന്നെയാണത്. ഇത്രയേ ഉള്ളൂ. നിത്യേനയുള്ള കാര്യങ്ങൾ, ചെയ്യുന്നതോ ചെയ്യപ്പെടാത്തതോ ആയ കാര്യങ്ങൾ, ഇപ്പോഴ് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ,
ഇത് മാത്രമാണ് സിമ്പിൾ പ്രസന്റൻസിൽ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഒരു സന്ദർഭങ്ങളിൽ മാത്രമാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ഒരു കാര്യത്തിലും ആവശ്യമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ള ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അത്ര സിമ്പിൾ ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. പ്രത്യേകിച്ച് അതിനകത്ത് ചില സൂചനകൾ കാണും. ഓൾവേസ്, എവരിഡേ, നെവർ, ഓഫൺ. വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. ഹി ഓഫൺ ഗോസ്, ദേ ഓഫൺ ഗോ ടു ടെമ്പിൾ. വല്ലപ്പോഴൊക്കെ ടെമ്പിളിൽ പോകാറുള്ളൂ. ഞാൻ റെഗുലറായി ബസ്സിലാണ് പോകാറുള്ളത്, സ്ഥിരമായിട്ട്, റെഗുലർലി, ഡെയിലി, എവരിഡേ എന്നൊക്കെ പറയുമ്പോൾ ഓൾവേസ്, നെവർ, ഒരിക്കലും ചെയ്യാറില്ലാത്ത കാര്യം എന്താണ്? അത് അവന്റെ ഹാബിച്വൽ ആക്ഷൻ ആണ്, അവന്റെ സ്വഭാവമാണ്, അത് അവന്റെ രീതിയാണത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒരു സമയത്തും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റൻസ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഈ അർത്ഥങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റ് വരാനുള്ള ചാൻസ് ഒട്ടുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനകത്ത് മാസ്റ്റർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ടെൻസ് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അടുത്ത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ചർച്ച ചെയ്യാനുള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.